പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയേക്കുന്നത് ഒരു വലിയ മതചിന്തകനും സാഹിത്യകാരനും നിരവധി ഇലക്ട്രോണിക് മേഖലകളിൽ ഇലക്ട്രോണിക് മീഡിയകളിൽ ലേഖനങ്ങൾ എഴുതി ആ, വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ഡൊമിനിക് സാവിയോ വാചാച്ചിറ. അദ്ദേഹം ആ, മണവാളൻ കൂടെയുള്ളപ്പോൾ എന്ന ബുക്കിന്റെ ഗ്രന്ഥകർത്താവാണ്. അതുപോലെ തന്നെ വേട്ടമൃഗം ചരിത്രം എഴുതുന്നു എന്ന ബുക്കിന്റെ ഗ്രന്ഥകർത്താവാണ്. അതുകൂടാതെ തന്നെ ശതാബ്ദിയോടനുബന്ധിച്ച് ഷാലോം ഇറക്കിയ സപ്ലിമെന്റിന്റെ കർത്താവും കൂടിയാണ്. അദ്ദേഹമാണ് ഇത് മൊത്തം ഡിസൈൻ ചെയ്ത് എഴുതിയത്, കോട്ടയം രൂപതയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം. കൂടാതെ ഒരു ഒരു ഉറച്ച സമുദായ സ്നേഹിയും ചിന്തകനും ഒരു സാഹിത്യകാരനും കൂടിയാണ്. അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഒരു കുറച്ച് സമയത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ശ്രീ ഡൊമിനിക് സാവിയോ, ഈ ഷോയിലോട്ട് സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചെറിയൊരു അഭിമുഖത്തിന് അവസരം തന്നതിൽ ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്നാലും സമയപരിധി മൂലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 1800 പരം വർഷങ്ങൾ പഴക്കമുള്ള ജ്ഞാനായ സമുദായത്തിൻ്റെ ഒരു ഒരു ചരിത്രം അതിലോട്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലോട്ട് കൂടുതൽ വായിച്ചും അതിൻ്റെ ശാസ്ത്ര രീതിയെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുള്ളതുമായ ഒരു വ്യക്തി എന്ന നിലയിൽ അറിയപ്പെടുന്ന താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പൊ സംഭവം എന്നാന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ നാം എന്തായിരിക്കുന്നുവോ എന്നുള്ളതിനെ കുറിച്ച് നേതൃത്വത്തിന് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്റെ വില എന്താണ്, ഞാനിവിടെ ആരാണ്? ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രാഥമികമായിട്ട് അവനെ നിലനിർത്തുന്ന ഒരു ഘടകമാണ് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ നമുക്ക് പറയാം, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടതാണ്, എനിക്ക് ഇന്ന ഡിഗ്രി ഉണ്ട്, എനിക്ക് ഒത്തിരി വീട്ടുകാരുണ്ട്, എനിക്ക് ബന്ധുക്കൾ ഒത്തിരി. ഇതൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ ദരിദ്രന, ജോലിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ മറ്റതൊക്കെ അഹങ്കാരത്തിന്റെ ഒന്നും അല്ല, അത് നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകത്തിലെ 60ഓളം രാജ്യങ്ങളിൽ നമ്മുടെ ആളുകളുണ്ട്, ജ്ഞാനായക്കാരുണ്ട്. നമ്മുടെ ഒരു ബിഷപ്പോ ഒരു അച്ഛനോ ഈ രാജ്യങ്ങൾ എവിടെ ചെന്നാലും 10 പേര് നമുക്ക് അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും. വേറെ ഏത് രൂപത്തിൽപ്പെട്ട ബിഷപ്പ് ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ ഇങ്ങനെ ആള് കാണത്തില്ല, കണ്ടെന്ന് വരാൻ ചാൻസ് കുറവാണ്, വളരെ ഇല്ല. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ് നമ്മളെ സംബന്ധിച്ചോളം. അതൊക്കെയാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വം, നമ്മുടെ സമുദായ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു വലിയ ഘടകമാണ് അതൊക്കെ. അപ്പൊ ഈ സമൂഹത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണെന്നും അത് മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകും എന്നും കൂടെ ബോധ്യപ്പെടാത്തതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചില വ്യത്യസ്തമായ സ്വരങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ ജ്ഞാനായ സമുദായത്തിൽ നടക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ജ്ഞാനായ സമുദായത്തിന്റെ എക്സിസ്റ്റൻസിന് തന്നെ ഭീഷണിയായി മുന്നിൽ കാണുന്ന പ്രതിസന്ധികൾ ഒരു ജ്ഞാനായക്കാരൻ എന്ന നിലയിൽ ഉള്ള വീക്ഷണം എന്താണ്? അതിനെക്കുറിച്ച് പറഞ്ഞാല് നമുക്ക് പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഇപ്പൊ സമുദായം കടന്നു പോകുന്നത്. പണ്ട് പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞാലും അത് വേറെ തരമുള്ള പ്രതിസന്ധി. ഇപ്പൊ നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്കിങ്ങനെ ആയിരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ആണെന്ന് ഇവിടെ സംശയമാണ് നമ്മൾ നിലകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആര് വിചാരിച്ചാലും ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല
എന്ന് നമ്മൾ ഒക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്നാൽ ഇന്നത്തെ ഈ സഭാ സംവിധാനത്തിലൂടെ ഈ സമുദായത്തെ ഇല്ലാതാക്കുവാനായിട്ട് കഴിയും. അതാണ് അതിനൊന്ന് വിശദീകരിക്കാം. അതിനിപ്പം നമ്മൾ വ്യക്തികൾക്ക് സാധ്യമല്ല, അതിന്റെ നയിക്കുന്ന സഭാധികാരികൾക്ക് അത് സാധിക്കും. കാരണം സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ആയിട്ട് ഐക്യപ്പെട്ട് നിൽക്കുന്ന, കീഴിൽ നിന്നല്ല ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു രൂപത ആണ്, അതിരൂപതയാണ് കോട്ടയം അതിരൂപത. അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി തീരുവാനായിട്ടുള്ള കാര്യങ്ങൾ, നിയമങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് കഴിയും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എൻഡോഗമി, നമുക്ക് സ്വവംശ വിവാഹം നിങ്ങൾ നടത്തിക്കൊള്ളുക, പക്ഷെ പള്ളി എല്ലാം ഒന്നായിരിക്കും. പള്ളിയായിട്ട് സമുദായത്തെ ബന്ധിപ്പിക്കേണ്ട എന്നാണ് പുതിയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ രീതികൾ. അവർ പറയുന്നത് അങ്ങനെയാണ്. പള്ളി വിശ്വാസികളുടെയാണ്. നേരത്തെ അങ്ങനെയായിരുന്നു. നേരത്തെ യഥാർത്ഥത്തിൽ സമുദായത്തിന്റെയാണ് പള്ളി. ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി സമുദായ വിശ്വാസികളാണ് പള്ളി എന്നും, സമുദായം ചൈനക്കാർ കൊണ്ടുപോയിക്കൊള്ളുക, സമുദായം നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക എന്നുള്ള ഒരു ചിന്ത ഇങ്ങോട്ട് കടത്തിവിട്ടു. അതാണ് ഇന്നത്തെ പ്രതിസന്ധി. നമ്മൾ ഒറ്റവാക്കി അല്ല, നമ്മൾ നേരത്തെ നമ്മളൊക്കെ കണ്ടും പഠിക്കുകയും ചെയ്ത ഒരു ഇത്, ജ്ഞാനായക്കാർക്ക് ജ്ഞാനായ വിഭാഗത്തിൽ നിന്ന് മാത്രമേ വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ, അതല്ലാതെ വന്നു കഴിഞ്ഞാൽ ജ്ഞാനായ സമുദായത്തിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു തലമുറകളായിട്ട്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നേതൃത്വം അത് തന്നെയാ പറയുന്നത്. സമുദായത്തിൽ നിന്ന് മാറി വിവാഹം കഴിക്കുന്നവന് സമുദായമല്ല, പക്ഷെ പള്ളി പള്ളി അവന്റെ അങ്ങോട്ട്. പള്ളി ഇല്ലെങ്കിൽ സമുദായം എന്താണ്? അവിടെയാണ് അതിന്റെ പ്രശ്നം. സമുദായത്തെ ഒന്നിച്ച് നിർത്തുന്ന ലൈഫ് യൂണിറ്റ് ആണ് പള്ളി, ദേവാലയം, ജ്ഞാനായ ദേവാലയം. ആ ജ്ഞാനായ ദേവാലയത്തിൽ ഒരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ, ഈ ഒരു ഡാമിലെ വെള്ളം തുറന്നു വിട്ട പോലെ വെള്ളം പുറത്തോട്ട് പോകും, പക്ഷെ തിരിച്ചു വെള്ളം കയറിയ. ഞാനത് കോട്ടയത്ത് നടത്തിയ ഒരു ഐക്യ ചർച്ചയില് അഭിമന്യ മൂലക്കാട് പിതാവുമായിട്ടുള്ള വേദി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. സമുദായത്തിൽ അങ്ങനെ വരുമ്പോൾ രണ്ട് വിഭാഗം ഒരു ജ്ഞാനായ പള്ളിയിൽ ഉണ്ടാവും. ഒറിജിനൽ ജ്ഞാനായ വിഭാഗവും, പണ്ട് നവോദയ വിദ്യാലയം ഉണ്ടായെന്ന് പറഞ്ഞ് രണ്ട് തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു സ്ഥിതിവിശേഷം. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് അന്നത്തെ ആളുകൾ നോക്കിക്കോളും. ഞാൻ പറഞ്ഞു കമ്മിറ്റിയിലൊക്കെ മറ്റുള്ളവർ വരികയല്ലേ, കമ്മിറ്റിയിലെ പൊതുയോഗത്തിനൊക്കെ മറ്റൊരു അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അന്നത്തെ ആളുകൾ അത് നോക്കിക്കോളും എന്നോട് പറഞ്ഞു. ജസ്റ്റ് ഡൈലൂട്ട് ആക്കി. അങ്ങനെയാണ് അത് എന്നോട് പ്രതികരിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമുദായത്തിൻ്റെതാണ് പള്ളി, ജനങ്ങളുടെയാണ് പള്ളി, സമുദായത്തിന്റെ വിശ്വാസികളുടെ പള്ളി എന്നുള്ള മാത്രം എടുത്ത് കഴിയുമ്പോൾ ആ എല്ലാ വിശ്വാസികൾക്കും ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടി വരും. ജ്ഞാനായ പള്ളികളിൽ മാനക്കെട്ടിയവർക്കും എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ പിതാവ് പറയുമായിരിക്കാം, വേണ്ട, വേറെ വടക്കുംപാർക്ക് ഇവിടെ ഇടവക വരാൻ പറ്റത്തില്ല, ഇവിടുന്ന് മാറിക്കെട്ടിയവരെ ഇവിടുന്ന് തന്നെ ഇടവക ചേർക്കണമെന്ന് പറയുമായിരിക്കാം. അല്ലെങ്കിൽ അവന്റെ ഭാര്യ വടക്കുംപാത്തിയാണെങ്കിൽ ആ പള്ളി ഇടവക്കാരുത്തി, പുരുഷൻ ജ്ഞാനായക്കാരനാണെങ്കിൽ ജ്ഞാനായപ്പള്ളി ഇടവക. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പം എന്ന് മൂലക്കാട് പിതാവ് അങ്ങനെ പറയുന്നു. പക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ അത് നടപ്പിലാകില്ല. അങ്ങനെയത്തെ പിതാവ് പറയുന്നു അങ്ങനെ വിഭജനം പാടില്ല, എല്ലാവർക്കും കൂടെയാണ് പള്ളി എന്ന് പറയും. അങ്ങാടിത്തെ പിതാവ് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സീറോ മലബാർ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ജ്ഞാനായക്കാർ കൂടുതൽ പോകുന്ന സീറോ മലബാർ പള്ളിയിൽ പോവുക. മലകാട്ട പിതാവ് പറയുന്ന ഭാഗം ഇതാണ്. ഇപ്പൊ ജ്ഞാനായക്കാരൻ സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിച്ചാൽ ആ ജ്ഞാനായ വ്യക്തി ഇടവക അംഗത്വം ഉണ്ടായിരിക്കുകയും ജീവിത പങ്കാളി അവരുടെ ഇടവകയിൽ അംഗമായിരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് അപ്പനും അമ്മയും രണ്ട് ഇടവക്കാരായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ മക്കള് കാലം വരുമ്പോൾ എന്തായിരിക്കും അവര്? അപ്പൊ മക്കള് എല്ലാവർക്കും ജ്ഞാനായപ്പള്ളി പോകാനായിരിക്കും താല്പര്യം. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും കല്യാണം നടക്കുമ്പോ അവന്റെ കുദാശകൾ നമുക്ക് വിലക്കാൻ പാടില്ല എന്നാണ് സ്വാഭാവികം. എല്ലായിടത്തും കുദാശകൾ കൊടുക്കണം, ആര് ചോദിച്ചാലും കുദാശകൾ കൊടുക്കണം. അപ്പൊ നമ്മള് പിന്നെ കുമ്പസാരം, മാമോദിസ,
സ്ഥൈര്യലേപനം, ആദ്യ കുർബാന കൊടുക്കുന്നു. വിവാഹം വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ സാധ്യമായിട്ടില്ല, അല്ലെങ്കിൽ വടക്കും പാർക്ക് ഇവിടെ വിവാഹം കഴിക്കാം. അപ്പൊ അവന്റെ ഇടവക പള്ളിയിൽ ചെന്ന് അവൻ കത്ത് ചോദിക്കും, അച്ഛൻ എനിക്ക്. അപ്പൊ അച്ഛൻ ചോദിക്കും, നീ ഏതാ, നിന്നെ ഞാൻ അറിയത്തില്ല, നീ ഇവിടെ പോലും വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ അവനെ തിരിച്ച് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട്, ഇവിടെ തന്നെ അവനെ വിവാഹം കഴിപ്പിക്കേണ്ടതായിട്ട്. അല്ല, ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വേണ്ട ഒരു 6 മാസമായിട്ട് ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം മൂലക്കാട് പിതാവിന്റെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട് എന്ന് തോന്നുന്നു. എങ്കിൽ പോലും ഒരു അത്ര വിശ്വസനീയമായ രീതിയിൽ അത് സ്വീകാര്യമായിട്ടില്ല. മാർ കുര്യാക്കോസ് കുന്നശ്ശേരി തിരുമേനിയുടെ അഭിപ്രായവും ഇതുപോലെയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെയും സമുദായം നിലനിർത്തണം. അദ്ദേഹം ഒരു ശതാബ്ദിയായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ് എൻഡോഗമി പാലിക്കുന്നില്ല എങ്കിൽ ഇതൊന്നും കാണുകയില്ലെന്നാ പറഞ്ഞു. സമുദായം കാണുകയില്ലെന്ന് തന്നെയാ പറഞ്ഞു. സമുദായം എൻഡോഗമി പാലിക്കുകയും ഈ സമുദായത്തിൻ്റെതായ പള്ളികൾ നിലനിർത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ ഇതെല്ലാം ഇല്ലാതായി കളയും എന്ന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം അവിടെ പറയണ്ടായി. അപ്പോൾ ഇവിടുത്തെ അതായത് നമ്മുടെ കേരളത്തിലെ ജ്ഞാനായ പള്ളികളിൽ ഒരു നോൺ ജ്ഞാനായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് കൊടുക്കുമോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ജ്ഞാനായ പള്ളി ജ്ഞാനായക്കാരുടേതായിട്ട് തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ അങ്ങാടിത്തെ പിതാവ് അമേരിക്കയിൽ ജ്ഞാനായക്കാരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന അങ്ങാടിത്തെ പിതാവ് പറഞ്ഞേക്കുന്നത് പുറത്ത് ഉള്ള ഒരാളെ മാറ്റി നിർത്താൻ പാടില്ല, അവരെയും ഒരു കുടുംബത്തിലെ അംഗമായിട്ട് കാണണം, അതുകൊണ്ട് പള്ളികൾ അവർക്കും കൂടി ഉള്ളതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പം മൂലക്കാട്ട് പിതാവും അങ്ങാടിത്തെ പിതാവും കൂടെ ഇരുന്ന് രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയുക? തീർച്ചയായിട്ടും അങ്ങാടിത്തെ പിതാവ് പറയും, രണ്ട് പള്ളിയുടെയും ബൈലോസ് ഒന്നാണ്, നിയമാവലി ഒന്നാണ്, നിയമാവലി അനുസരിച്ച് കാര്യങ്ങൾ പോട്ടെ. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിയമാവലിയിൽ മെമ്പർഷിപ്പ് ആർക്കാണ്, ക്രിസ്ത്യാനിയായ ആർക്കും, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ആർക്കും സൂറ മലബാറിന്റെ ബൈലോ അനുസരിച്ച് ആ പള്ളികളിൽ അംഗമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബൈലോസ് ആണല്ലോ എല്ലാത്തിന്റെയും. ഏത് കോടതി പോയാലും അവർ ചോദിക്കുന്നത് നിങ്ങളുടെ നിയമാവലി, നിങ്ങളുടെ ബൈലോസ് അനുസരിച്ച് കാര്യങ്ങൾ, ജനറൽ ബോഡിയുടെ അനുവാദത്തോട് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ വെച്ച് ഈ ഇതുപോലത്തെ വേല ഇറക്കിക്കൊണ്ട് വന്നാലൊന്നും കാര്യം നടക്കുകയില്ല. അതിന് വേണ്ടത് പ്രധാന ഉണ്ടാകുന്നു. ഇന്നിപ്പോ അമേരിക്കയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് നാളെ ഇങ്ങോട്ട് ഇറക്കുമതി ഉണ്ടാകും. ഇവിടെ നിന്നുള്ള ഇറക്കുമതി, ഇവിടെ നിന്നുള്ള എൻഡോഗമി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട എന്നാണ് അവിടുത്തെ റോം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മൂലക്കാട്ട് പിതാവ് ചർച്ചയിൽ പരാമർശിച്ചത്. അതായത് സൂറ മലബാറിന്റെ കീഴിൽ ഉള്ള കോട്ടയം രൂപതയിൽ എൻഡോഗമി പ്രാക്ടീസ് ചെയ്യാം, പള്ളിക്കകത്ത് എൻഡോഗമി പ്രാക്ടീസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അല്ല, ഇവിടെ കേരളത്തിൽ ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. അതല്ലേ പറഞ്ഞത്. അതായത് കേരളത്തിലെ സൂറ മലബാർ സഭയുടെ അകത്തുള്ള ഒരു സബ് സഭയായ ജ്ഞാനായ സമൂഹത്തിന്റെ പള്ളികളിൽ എൻഡോഗമി പ്രാക്ടീസ് ചെയ്ത് ഒരു എൻഡോഗമസ് പള്ളികളായിട്ട് പോകാം എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണല്ലോ. അപ്പൊ കേരളത്തിലെ പള്ളികളെല്ലാം എൻഡോഗമസ് ആണ്. കേരളത്തിലെ പള്ളികളെല്ലാം എൻഡോഗമസ് ആണ്, ഉറപ്പാണ്. സീറോ മലബാർ സഭയുടെ കീഴിലുള്ള, സീറോ മലബാർ സഭയുടെ കീഴിൽ ഇന്ത്യയിലുള്ള, ഇന്ത്യയിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കേരളത്തിൽ നിന്ന് മാത്രം നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മുടെ സീറോ മലബാർ സഭയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ അധികാരപരിധി വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലുള്ള സീറോ മലബാർ ജ്ഞാനായ പള്ളികളെല്ലാം ജ്ഞാനായക്കാരുടെ പള്ളികളായിട്ട് നിലകൊള്ളുക. പക്ഷെ അത് ആ എൻഡോഗമി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട, ആ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിച്ചു, ഇറക്കുമതി ചെയ്യേണ്ട എന്നാണ് റോം പറഞ്ഞിരിക്കുന്നത് എന്നാണ് അന്ന് പിതാവ് പറഞ്ഞത്. അഭിനന്ദ മൂലക്കാട്ട് പിതാവ് അന്ന് ചർച്ചയിൽ പറഞ്ഞത്, കോട്ടയത്ത് വെച്ച്. അമേരിക്കയിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു തരത്തിലുള്ള ജ്ഞാനായക്കാരും അമേരിക്കയിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു ജ്ഞാനായക്കാരും കാലാന്തരങ്ങളിൽ വരികയും ഉണ്ടാവും. അപ്പൊ സംഭവിക്കാൻ പോണത് നാളെ അമേരിക്കയിലെ ജ്ഞാനായ സമൂഹത്തിന്റെ
സമുദായത്തിന്റെ നിയമപരമായ രീതികൾ ഇന്ത്യയിലേക്ക് അല്ല കേരളത്തിലേക്ക് ഇറക്കുമതി ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നുള്ള ഒരു അതാണ് അവർ സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നത്. നാളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം അവിടുന്ന്. കാലം മാറുമ്പോൾ ആളുകൾ പ്രായമായി മരിച്ചു പോകുമ്പോൾ ഇതിന്റെ ആ ട്രെൻഡ് കുറയും. പിന്നെ സ്ലോലി കുറെ പേരൊക്കെ മാറി കിട്ടുന്ന സാധ്യതയിലേക്ക് വരുമ്പോൾ അപ്പോൾ അവിടുന്ന് ഞാൻ പറയട്ടെ, അവിടെ ഇപ്പൊ ഒരു ഓക്കെ ഇവഞ്ച്വലി ആഫ്റ്റർ 50 years ഒരു ജ്ഞാനായ ത്തിൽപ്പെട്ട ഒരു പുരുഷൻ ഒരു ജ്ഞാനായം അല്ലാത്ത അല്ലെങ്കിൽ ഒരു വേറെ മതഭാഗത്തിലുള്ള, അതായത് ക്രിസ്ത്യാനി പോലും അല്ലാതെ കാത്തലിക് അല്ലാതെ വേറെ ഒരു മതഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവരെ ക്രിസ്ത്യാനിയാക്കി, ജ്ഞാനസ്നാനത്തിനോട് ക്രിസ്ത്യാനിയാക്കി നമ്മുടെ ജ്ഞാനായ പള്ളികളിൽ മെമ്പർഷിപ്പ് തരത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മെമ്പർഷിപ്പിന് സെയിം ആയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കേരളത്തിൽ നിന്നൊരു വിവാഹാലോചന വന്നു കഴിയുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എങ്ങനെയായിരിക്കും? അതായത് അതിനെ അഭിമുഖീകരിക്കുന്നത് അത് അവിടെയാണ് നമ്മുടെ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഒരു ലോങ് ടൈം ആയിട്ട് ഞാൻ കാണുക. അത് നാളെ സംഭവിക്കാൻ പാടാത്തത് തന്നെയാണ്. അപ്പൊ അവിടുത്തെ നിയമങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കുമതി വേണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ടതായിട്ട് വരും. മറ്റൊന്നുണ്ട്, അന്ന് ഇവിടുത്തെ സഭാ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുക. ഒരു വർഷങ്ങൾ കൊണ്ട് അടുത്ത ഒരു നേതൃത്വം വന്നു കഴിയുമ്പോൾ അവര് പറയും, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, എന്റെ മുൻപിൽ ഇപ്പോൾ കാണുന്നത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എന്നായിരിക്കും അന്നത്തെ നേതൃത്വം. അത് ഇവരുടെ രീതികളാണല്ലോ. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു വൈദികനായിട്ടോ ഒരു ഇടവക വികാരിയായിട്ടോ ഒരു ബിഷപ്പോ നമ്മളെ സുഹൃത്ത് ബന്ധത്തിരിക്കുകയും കൊടുക്കൽ വാങ്ങലുകളെ നടത്തി അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ശേഷം മറ്റൊരാൾ വന്നു കഴിയുമ്പോൾ അദ്ദേഹം പറയും, എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ ഒരു കോൺട്രാക്റ്റും ഇല്ല, എനിക്കൊരു ഒന്നും റിട്ടേൺ ആയിട്ടില്ല. കാരിത്താസ് മെഡിക്കൽ 1 കോടി കൊടുത്തു ഒരാള് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ ആവശ്യം വരുമ്പോൾ ഒരു 10 കൊല്ലം ആവശ്യം വരുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ മറ്റൊരു ഒരാൾ അവിടെ ഡയറക്ടറായിട്ടിരിക്കുന്നു. അതേപോലെ എനിക്ക് താങ്കളെ അറിയത്തില്ല, ഞാൻ 1 കോടി അച്ഛാ കൊടുത്തു, എനിക്കറിയത്തില്ല, എന്റെ മുന്നിൽ അതൊന്നും ഇല്ല, അത് നിങ്ങൾ വാങ്ങിച്ച അച്ഛൻ ഇവിടെ ഇല്ല. അതൊരു രീതിയാണ്, അതാണ് ഈ ജ്ഞാനായ സമുദായത്തിന്റെ ഭാവിയിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യപദത്തിലേക്ക് വന്നാൽ നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല, ഈ ഒരു സമുദായത്തിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുവാൻ സഭാ നേതൃത്വത്തിന് കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട്. നമ്മൾ എത്രമാത്രം എൻ്റെ അകമി മുറുകെ പിടിച്ചാലും അതിനെ തളർത്തുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പള്ളികളിൽ. അല്ല, ഇപ്പോൾ ഇവിടെയുള്ള ജ്ഞാനായ പള്ളികളിൽ സൂറ മലബാറിന്റെ കീഴിലുള്ള ജ്ഞാനായ പള്ളി ആയതുകൊണ്ട് ഇവഞ്ച്വലി വർഷങ്ങൾ കൊണ്ട് അവിടെ ഒരു നോൺ ജ്ഞാനായ വൈദികൻ അപ്പോയിന്റ് എടുത്ത് അവിടെ വരാം എന്നുള്ള ഒരു സാധ്യതയെ തള്ളിക്കളയുന്നുണ്ട്. ഇപ്പോഴത്തെ കാഴ്ച നമുക്കിവിടെ വൈദികർ ധാരാളം ഉണ്ട്. പക്ഷെ ഞാൻ പറയാം, ഒരു നോൺ ജ്ഞാനായ വൈദികൻ അല്ല, അത് വേണ്ട, നോൺ ജ്ഞാനായ ബിഷപ്പ് വരാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. മൂലക്കാട്ട് പിതാവ് വരെ എന്റെ ബിഷപ്പാതിന് മുൻപ് ഒരു വികാരം ഉണ്ടായിരുന്നു. കുന്നശ്ശേരി പിതാവിനെ ആദ്യ കയറ്റിയ ഒരു വലിയ സംഗതിയായിരുന്നത്. ഒരു ജ്ഞാനായക്കാൻ അല്ലാത്ത ഒരാളെ ബിഷപ്പാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യത നിലനിൽക്കുകയാണ് ജ്ഞാനായക്കാരനായ ഒരാളെ വൈദികനായിട്ട് നമുക്ക് കിട്ടിയത്, മൂലക്കാട്ട് പിതാവിന്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയത്. സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചതും അദ്ദേഹം യഥാർത്ഥത്തിൽ വർക്കി പിതാവിന്റെ ഒരു നോമിനിയായിട്ടാണ് ഇവിടെ വരികയും ചെയ്തത്. അതൊന്നും നോക്കിയില്ല, നമ്മുടെ സമുദായത്തിന്റെ ആള് എന്നുള്ളത് മാത്രമേ അന്ന് കുന്നശ്ശേരി പിതാവ് നോക്കിയത്. അതുകൊണ്ട് നാളെ ഒരിക്കൽ നമുക്ക് ഈ രീതിയിൽ പോയാൽ, ഈ പറയുന്ന മൂലക്കാട് പിതാവ് പറയുന്ന നോൺ സമുദായത്തിന്റെ പുറത്തുനിന്ന് വിവാഹം കഴിക്കുന്ന ഒരു പുരുഷന് ഇവിടെ മെമ്പർഷിപ്പിൽ വേണേ നിൽക്കാം എന്നുള്ള കാഴ്ചപ്പാട്
കേരളത്തിലും തന്നെയാണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നാട്ടിലെ കാര്യമാണ് അദ്ദേഹം അമേരിക്കയിൽ വെച്ച് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിട്ടില്ല, നാട്ടിൽ പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ അത് ഇലക്ട്രോണിക് മീഡിയയിലെല്ലാം ലഭ്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാട്ടിലെ ആണേലും പെർമിഷൻ ടു ലീവ് എന്നുള്ള ഒരു പ്രിവിലേജ് ആണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ പൊക്കോ, അല്ലെങ്കിൽ ഇവിടെ നിന്നു. പക്ഷെ അത് ഇവിടുത്തെ ചർച്ചയിൽ അത് പറഞ്ഞിട്ടില്ല. ചർച്ച പറയേണ്ട കാര്യമില്ല, പരസ്യമായിട്ട് പറഞ്ഞ കാര്യമില്ല. എങ്കിലും ഇവിടെ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ അതിന് വേറൊരു ഒരർത്ഥം ഉണ്ടല്ലോ. പാലക്കാട് പിതാവ് കാണുവാണെങ്കിൽ ദയവായിട്ട് പള്ളികളിൽ അത് മലയാളത്തിൽ പറയണം. മനസ്സിലായിട്ടില്ല, കാരണം ആളുകൾ മനസ്സിലായിട്ടില്ല. നമ്മളത് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോലും നാളെ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് അതുവേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് വരുന്ന അദ്ദേഹം പറയും അത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയും. ഇപ്പൊ നമ്മള് റിസ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് എത്രയോ നാള് മുമ്പുള്ളതാണ്. നമ്മൾ അറിയുന്ന തന്നെ കൊല്ലാപുരം അച്ഛൻ ഈ അടുത്ത നാളിൽ പറഞ്ഞത് ഏതാണ്ട് റിസ്ക്രിപ്റ്റ് 86 വന്നതിന് ശേഷം 5 കൊല്ലം കഴിഞ്ഞാണ് ഇവിടെ അറിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 5 വർഷം എഴുത്ത് വരാനുള്ള താമസം കൊണ്ട് 5 വർഷത്തോളം എടുത്തു ഈ റിസ്ക്രിപ്റ്റ് എന്നൊരു സംഗതി. 7 കടല് കഴിഞ്ഞ് ഇവിടെ വരെ വരണ്ടേ, എന്തൊരു സമയം എടുക്കും പറയണ്ടായി. അപ്പൊ അത് അറിഞ്ഞെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല എന്നതാണ് അതിന്റെ അല്ല, ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പം ചേട്ടായിക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ നിർത്തി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ചേട്ടായിക്ക് മനസ്സിലാകാവുന്ന ഉള്ള ഒരു രീതിയിൽ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. അല്ല ഞാൻ വന്ന് പറഞ്ഞ ചേട്ടായിക്ക് മനസ്സിലായില്ലല്ലോ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് അല്ല, അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ പള്ളികളെല്ലാം കൂദാശ ചെയ്തപ്പോൾ വളരെ കൃത്യമായിട്ട് വായിച്ചതാണ്. ഈ പള്ളികളെല്ലാം സൂറോ മലബാറിന്റെയാണ് പള്ളികളാണ്, ഇവിടെ നോൺ എൻഡോഗമസ് ആയിട്ടുള്ള പള്ളികളാണ് ഇതെല്ലാം എന്ന്. ഇതിന്റെ കൂദാശ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ കൽപ്പന സ്ക്രിപ്റ്റ് വളരെ കൃത്യമായിട്ട് വായിച്ചതാണ്. പക്ഷെ അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിലല്ല, അത് ഓടിച്ചു വിടുവായിരുന്നു. പക്ഷെ വായിച്ചു എന്നുള്ള പേര് ലീഗലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അത് വായിച്ച ഒരു അച്ഛൻ വായിച്ചു കഴിഞ്ഞ് എന്നോട് ഒന്ന് പറഞ്ഞാണ്, ഞാനത് വായിച്ചു, ഒരു വിധത്തിൽ അത് വായിച്ച് ഇങ്ങോട്ട് പോന്നു എന്നാണ് പറഞ്ഞത്. അതാ അവരുടെ എക്കാലത്തുമുള്ള ഒരു തന്ത്രമാണ്. തന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം. അപ്പം ജനങ്ങള് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അധികാരത്തിലുള്ളവർക്ക് സമുദായത്തെ ഇല്ലാതെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ഒരു സത്യം നമ്മളത് മനസ്സിലാക്കണം. അല്ല, ഇതിനുവേണ്ടി എങ്ങനെയാണ് ഇതിന്റെ ഒരു അങ്ങനെ വരാതിരിക്കാൻ ജ്ഞാനായ സമുദായം ഏക്കാലവും നിലനിൽക്കാനായിട്ട് അതിന്റെ തനിമയും ഒരുമയും അതിന്റെ പൈതൃകവും 1800 വർഷങ്ങൾ പഴക്കമുള്ള ആ പൈതൃകവും നിലനിർത്താനായിട്ട് എന്താണ് ഒരു പ്രതിവിധിയായിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കാണുന്നത്? പ്രതിവിധി എന്ന് പറയാനായിട്ട് പ്രത്യേകം ഒന്നും ഞാനാണ് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, ഇപ്പം മാഗ്യപിതാവ് രൂപത സ്ഥാപിച്ചു ശ്രമിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിപ്പോകും. കാരണം പുറകോട്ട് പോകും. കാരണം ഇവിടെ എൻഡോഗമി പാലിക്കുന്ന ഒരു വിഭാഗം എക്കാലത്തും ഉണ്ടാവും. ഒരു ചെറിയ വിഭാഗം ഉണ്ടാവും. എത്രയാന്ന് പറഞ്ഞാൽ, കാരണം ഇപ്പം ക്നാനായ പള്ളികൾ ക്നാനായക്കാരല്ലാത്തവർക്കും കൂടെ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്നാനായ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ട് വിഭാഗം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ അവർ ഒരു സൈഡിൽ യഥാർത്ഥ ജ്ഞാനായക്കാരും മറ്റേ സൈഡിൽ മിക്സഡ് ആയിട്ടുള്ള ജ്ഞാനായക്കാരും ഇരിക്കേണ്ട ഒരു സ്ഥിതിഭാവം ഉണ്ടാവും. പിന്നെ തിരിവ് വരുമ്പോഴാണ് ഉള്ളവർ സ്ട്രോങ് ആവും. അങ്ങനെ നമുക്കൊരു ഭീഷണി ഉള്ളപ്പം എതിരാളി ഉള്ളപ്പോഴാണ് ശക്തി ഉണ്ടാകും. അവരപ്പുറം ഇരിക്കുമ്പോൾ നമുക്കിപ്പോ സ്ട്രോങ് ആവും. അപ്പം നമ്മൾ ബലം പിടിക്കും. നമുക്കിപ്പോ പെണ്ണുങ്ങളെ കെട്ടിക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്മൾ വളരെ തീക്ഷ്ണതയുള്ളവരായി മാറുകയും അവര് എത്രയും മിക്സഡ് ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് ഒരു കലഹത്തിന് കാരണമായി തീരും. ഒരു പക്ഷേ രക്തച്ചൊരിച്ചിൽ പണ്ടുണ്ടായിട്ടുണ്ട്. കാരണം ഉദയംപേരൂർ സുനോദോസിന് മുൻപും അതിന് ശേഷവും ഈ സമുദായത്തിന്റെ എൻഡോഗമി നിലനിർത്തുന്നതിനെ കുറിച്ച് വടക്കുംപാലം തെക്കുംപാലം പ്രസിഡന്റായ രാജാവ് ഇടപെട്ട് പട്ടാളക്കാരെ അയച്ചെന്നും ആളുകൾ നാൾനാശം ഉണ്ടായെന്നും പുസ്തകത്തിലുണ്ട്, പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അവിടെ ചോര കുടിച്ചത് ആരാണ്? ചോര കുടിച്ചത് അവിടുത്തെ രാഷ്ട്രീയ അധികാരികൾ ആണ് ചോര കുടിച്ചത്. അന്നത്തെ ഭരണാധിപന്മാരും ഉണ്ടായിരുന്നു. അത് തന്നെയല്ലേ ഇപ്പോഴും സംഭവിക്കുന്നത്. അതിപ്പോ അതിന്റെ ആവർത്തനം ഉണ്ടാവും. കാരണം രൂപത ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ രൂപതയ്ക്ക് പ്രസക്തിയില്ല. പിന്നെ ഈ രൂപതയുടെ കാര്യങ്ങളില്ലെന്ന് തന്നെയാ പറഞ്ഞത്. ഇങ്ങനെ സ്ഥാപനത്തിന്റെ കാര്യമില്ല, രൂപതയുടെ ആവശ്യമില്ല, സമുദായം മെത്രാന്റെ പ്രസക്തിയില്ല, എല്ലാം ആയിട്ട് മാറി. അദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്കാ ഉണ്ട്. അതിനൊരു സൊല്യൂഷൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും പറയാ, അതിനൊരു സൊല്യൂഷൻ എന്താ പറയാ, ഒന്നുമില്ല. രണ്ടായി മാറിയാൽ പള്ളികൾ യുദ്ധക്കളമായിട്ട് മാറും. പള്ളികൾ ഇന്നത്തെ പോലെയുള്ള ഒന്നും ഉണ്ടാകത്തില്ല. അവിടെ അച്ഛനൊരു പിരിവിന് പ്രഖ്യാപിച്ചാൽ പിരിവുണ്ടാകത്തില്ല. ഏതച്ഛനാണ് വന്ന് നിൽക്കുന്നത്, ജ്ഞാനക്കാരനാണോ അല്ലാത്തവനാണോ എന്ന് നോക്കിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ ഓടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചേട്ടായി പറഞ്ഞു വരുന്നത് ഇതെല്ലാം സീറോ മലബാറിൻ രൂപതയുടെ കീഴിൽ ഉള്ള പള്ളികളായതുകൊണ്ട് കാലാന്തരത്തിൽ ഈ ജ്ഞാനായക്കാർ അച്ഛന്മാരെല്ലാം മാറി അവിടെ സീറോ മലബാർ സഭയിലെ അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം സീറോ മലബാർ പള്ളികളായി. പക്ഷെ അപ്പോഴും ഈ എൻഡോഗമി പാലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും, വളരെ ചുരുക്കമായിട്ട്. അല്ല ചുരുക്കമല്ല, അന്നേരം ആളുകള് ഉള്ളവർ സ്ട്രോങ് ആവും അന്നേരം. അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പം ചേട്ടായുടെ മോനോട് ഇവിടെ എൻഡോഗമി ഒന്നും ഇല്ല, ഞാനിപ്പം പറയുന്നതേ ഉള്ളൂ, വേണമെങ്കിൽ ഏത് വിഭാഗത്തിൽ പോയാലും ഏത് വിഭാഗത്തിൽ പോയി ആയാലും കിട്ടിക്കോളാൻ പള്ളി തന്നെ പറയുവാണെങ്കിൽ പിന്നെ അവിടെ നമ്മള് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞ കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കില്ല. അപ്പോൾ നമ്മൾ നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ മാക്കി പിതാവ് അന്ന് ജ്ഞാനായ സമുദായം നിലനിർത്താൻ വേണ്ടി കോട്ടയം രൂപത ഉണ്ടാക്കി. അതേ ഒരു പോംവഴിയായിട്ട് അദ്ദേഹം കണ്ടുള്ളൂ. അതായത് എൻഡോഗമസ് ആയിട്ടുള്ള കോട്ടയം രൂപത അന്ന് റോമിനോട് പറഞ്ഞ് ഒത്തിരി മാസക്കാലം റോമിൽ ചെലവഴിച്ച ശേഷം ഉണ്ടാക്കി. വളരെ കേസങ്ങൾ സഹിച്ചും ഒത്തിരി യാത്രകൾ ചെയ്തും വണ്ടിയും വെള്ളവും എല്ലാം കയറിയും കപ്പലിലൊക്കെ സെയിൽ ചെയ്താണ് അവിടെ റോമിൽ പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയ്ക്കും കഠിന പരിശ്രമത്തിലൂടെ അത്രയ്ക്കും വിഷമങ്ങൾ സഹിച്ച് അതെല്ലാം നേടിയെടുത്ത സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സഭാധികാരികൾക്ക് വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിലും തുടർന്ന് കേരളത്തിലും നമുക്ക് നമ്മുടേതായ പാരമ്പര്യങ്ങളും തനിമയും കാരണവന്മാര് കാത്തു സൂക്ഷിച്ച ഹെറിറ്റേജ് എല്ലാം സൂക്ഷിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. കാരണം അതിനെക്കുറിച്ച് സ്വല്പം പറയുന്നത് ആവശ്യമാണ്. കാരണം ഞാൻ അടുത്ത നാളിൽ നമ്മുടെ സഭാ നേതൃത്വത്തിലുള്ള ആളുകളോട് ചോദിക്കുകയുണ്ടായി, നമുക്കൊരു മുലക്കാട്ട് പിതാവിന്റെ യോഗ്യത തന്നെ ചോദിച്ചാണ്, നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സ്വയാധികാര സഭയാകുവാനായിട്ടുള്ള എല്ലാ യോഗ്യതയും ഉണ്ടല്ലോ. നമുക്കൊരു ആരാധനക്രമമുണ്ട്, നമുക്കൊരു ശിക്ഷണക്രമമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ഇതൊക്കെയാണ് ഒരു സഭ, ഒരു സ്വയാധികാര സഭയ്ക്ക് വേണ്ട യോഗ്യതകൾ. അപ്പൊ നമ്മളാണല്ലേ ആരാധനക്രമം ഇവിടെ കൊണ്ടുവന്നത്. സുറിയാനി ആരാധനക്രമം കൊണ്ടുവന്നത് നമ്മളാണ്, ജ്ഞാനായക്കാരാണ് കൊണ്ടുവന്നത്. അപ്പൊ പിതാവ് പറഞ്ഞ അതിപ്പോ അവിടെ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന്. എവിടെ ചെന്ന് പറഞ്ഞാൽ മതി? സീറോ മലബാറിന്റെ ഹൈറാർക്കിയിൽ പറഞ്ഞാൽ മതി. അടി കിട്ടും അല്ല, അവിടെ ചെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് പ്രയോജനം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒറ്റ വാക്ക് ഇതിനകത്ത് പറയാനുള്ളത്, മാക്കി പിതാവ് അന്ന് അവിടെ റോമിൽ കൊടുത്ത, അതായത് 102 വർഷം മുമ്പ് റോമിൽ കൊടുത്ത രേഖകള് അവിടുത്തെ പുരാവസ്തു ശേഖരത്തിൽ നിന്ന് എടുത്ത് ഒന്ന് പൊടി തട്ടി ഈ മാർപ്പാപ്പടയിലോട്ട് കൊടുത്താൽ മാത്രം മതി. അവര് പണി ചെയ്യാമോ? എനിക്ക് നമ്മുടെ രക്ഷപ്പെട്ടു. മെയിനായിട്ട് ഇവിടെ പറയുന്നതൊന്നും അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെ എത്തിയിട്ട് അവിടെ എത്തിക്കണ്ടേ, റൂമിൽ എത്തിക്കണ്ടേ, അവിടെ കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഇപ്പോൾ ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ കമ്മീഷനെ വെക്കുക അല്ല, അത് അതിനെക്കുറിച്ച് മൂലക്കാട് പിതാവ് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം ശക്തമായിട്ട് നിലകൊണ്ടാൽ നമുക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ അദ്ദേഹത്തിന്. എന്തുകൊണ്ടാണ് അദ്ദേഹം നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ നിസ്സഹായതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ല, എന്നോട് ഒരു വ്യക്തി പറയുകയുണ്ടായി, അവരുടെ മൂലക്കാട് പിതാവിന്റെ തന്നെ ഒരു ബന്ധുവാണ്, ഞങ്ങളുടെ ചേട്ടായി
പൊട്ടിക്കരയുക മോനെ ഇതെല്ലാം കണ്ടുകൊണ്ട്. അദ്ദേഹം നിസ്സഹായനാണ്. പക്ഷെ ഡോളറാണ് സംസാരിക്കുന്നത്. ഡോളർ പറഞ്ഞാൽ റോമി കേൾക്കൂലെന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഞാൻ അതുകൊണ്ട് വിചാരിക്കുന്നത് മൂലക്കാട് പിതാവിന് ഇതെല്ലാം നടത്തണമെന്നുണ്ട്. പക്ഷെ സംതിങ് ഈസ് റെസ്ട്രിക്റ്റിംഗ് ഈസ് കൈ ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ച് വേണ്ട. അദ്ദേഹത്തിന് എത്രയോ സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ KCC ഗ്രാനായ കത്തോലിക്ക കോൺഗ്രസ്സുകാർ ഒപ്പ് ശേഖരിച്ച് റോമിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ അത് വിലക്കി. അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പ്രതിനിധികൾ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. തന്നെയല്ല ഇനിയെങ്കിലും അദ്ദേഹം 2007 എപ്പാർക്കിയൽ അസംബ്ലി പാസ്റ്റർ കൗൺസിൽ പാസ്റ്റർ കൗൺസിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ സ്വയാധികാര സഭയ്ക്ക് വേണ്ടി വ്യക്തികളായും സംഘടനകളായും നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഒറ്റക്കെട്ടായി നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കണം എന്ന് അദ്ദേഹം 15:5 നമ്പറിൽ 15-ാം ഖണ്ഡികയിൽ 5-ാമത്തേതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തോന്നുന്നു, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വ്യക്തികളായിട്ട് സംഘടനകളായിട്ട് അതിനുവേണ്ടി ശ്രമിക്കണമെന്ന്. പക്ഷെ അദ്ദേഹം ഒന്ന് മുൻകൈ എടുത്താൽ ഞങ്ങൾക്ക് ഇത്രയും ആളുകൾ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് നേടിത്തരേണ്ടതായിട്ടുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരണം എന്ന് അദ്ദേഹം റോമിൽ പറയണം. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ അത് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പം പാശ്ചാത്യ സഭയിലെല്ലാം ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞു. അവിടെ പള്ളികളെല്ലാം വിറ്റുകൊണ്ടിരിക്കും, ബാറുകളാക്കി ഗോഡൗണാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോമിനെ സംബന്ധിച്ചോളം ഇപ്പം ഇവിടെയാണ്, ഈ പൗരസ്ത്യ ദേശത്താണ് കുറെ പേരെങ്കിലും സ്വയമായ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. പക്ഷെ അത് നമ്മൾ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതിനുള്ള സമുദായത്തെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം, സമുദായ സ്നേഹം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ. പിന്നെ മാത്രമേ ഉള്ളൂ ഈ സമുദായത്തിന് നിലനിൽക്കാൻ സാധിക്കും. അദ്ദേഹം ഇവിടെ എല്ലാവരാലും മതിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന ഒരു മെത്രാനായി അദ്ദേഹത്തിന് നിലനിൽക്കുകയും ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന് ഏറ്റവും ശക്തനായ കത്തോലിക്ക സഭയിലെ ആർച്ച് ബിഷപ്പുമാരിൽ ഏറ്റവും ശക്തനായ ഒരു ആർച്ച് ബിഷപ്പ് തന്നെയാണ് മൂലക്കാട്ട്. കാരണം ലോകത്ത് ഇതുപോലെ ജനസംഖ്യയുള്ള വിശ്വാസികളുള്ള സമൂഹമില്ല. ഇത്രയും രാജ്യങ്ങളിലുള്ള വിശ്വാസികളുടെ നയിക്കുന്ന ഒരു ബിഷപ്പ് വേറെ ഇല്ല. അദ്ദേഹം അങ്ങനെ ഭയങ്കരമായ ശക്തനായ ഒരു ബിഷപ്പാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശക്തി അറിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൂലക്കാട് പിതാവിനും അതുപോലെയുള്ള സഭാ അധികാരികളും ജ്ഞാനായ സമുദായത്തെ എന്നേക്കും നിലനിർത്തുവാനുള്ള ശക്തിയും ആയുസ്സും ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഒത്തിരി താങ്ക്സ് ഇത്രയും സമയം ചെലവഴിച്ചത്. താങ്ക് യു വെരി മച്ച്. ഇതിനെ ഒരു സംസാരിക്കുവാനായിട്ട് ഇടവന്നതിന് പ്രത്യേകമായി ഞാൻ ടോമിനോട് നോ പ്രോബ്ലം, യു വെൽക്കം. താങ്ക് യു. നമുക്കിനി ചേട്ടായുടെ ഒരു ഓപ്പണിംഗ് എടുക്കാം. ബുക്കുകളുണ്ട് ചേട്ടാ.